കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. സംഭവത്തിൽ IMAയുടെ നേതൃത്വത്തിൽ താമരശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പരിക്കേറ്റ ഡോക്ടർ വിപിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. പ്രതി സനൂപിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ബെൻസൺ ബാബു വിശദാംശങ്ങളുമായി ചേരുന്നു. ബെൻസൺ, അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കിയ സംഭവമായിരുന്നു ഇന്നലെ. അത് നിശ്ചയമായിട്ടും ഇന്നും അതിൻ്റെ ഒരു ആഘാതം മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആളുകൾക്കുണ്ടാകും. പ്രത്യേകിച്ചും ഈ ആശുപത്രിയിലേക്ക് വന്ന് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനൊരു ആക്രമണം നടത്തുക. ആശ്വാസകരമായ കാര്യം, ഡോക്ടറുടെ നില വലിയ പരിക്കുള്ളതല്ല. അദ്ദേഹം നല്ല നില ഭേദപ്പെട്ട് വരികയാണ്. ഇന്നിപ്പോൾ സംഭവിച്ച മറ്റു കാര്യങ്ങൾ എന്താണ്? സമരം എത്രത്തോളം ശക്തമായിരുന്നു? എത്രത്തോളം ശക്തമായാണ് തുടരുന്നത് ഡോക്ടർമാരുടേത്? സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഞെട്ടലുണ്ടാക്കുന്നതും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു അതിക്രമമായിരുന്നു ഇന്നലെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഞെട്ടൽ അവിടുത്തെ സഹപ്രവർത്തകർക്ക് ഇതുവരെ മാറിയിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവരുമായി സംസാരിക്കുമ്പോൾ ഇന്ന് IMAയുടെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ രാവിലെ ഒരു പരസ്യ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. KGMOA, നഴ്സിംഗ് അസോസിയേഷൻ, NGO യൂണിയൻ, അങ്ങനെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവർ പ്രധാനമായും പറയുന്നത് വന്ദനദാസിന്റെ കൊലപാതകം 2 വർഷം മുമ്പ് നടന്നതാണ്. അന്ന് സർക്കാരിനോട് നിരവധി നിർദ്ദേശങ്ങൾ വിവിധ സംഘടനകൾ മുൻപോട്ട് വെച്ചിരുന്നു. ആ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവയെല്ലാം തന്നെ സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവയൊന്നും തന്നെ കൃത്യമായും പ്രാവർത്തികമാക്കിയിട്ടില്ല ഈ 2 വർഷത്തിനിപ്പുറവും എന്ന ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു അതിക്രമം ഉണ്ടായിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഡോക്ടർക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകില്ലായിരുന്നു എന്ന് തന്നെ ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ പരിക്കേറ്റ വിപിൻ ഡോക്ടറുടെ സഹപ്രവർത്തകരടക്കം പറയുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ, പ്രത്യേകമായും CCTV, അതോടൊപ്പം തന്നെ പോലീസ് എയ്ഡ് പോസ്റ്റ് അടക്കം സ്ഥാപിക്കുക, ഇത്തരത്തിലുള്ള ആവശ്യങ്ങളായിരുന്നു അവർ മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ സൂചിപ്പിച്ചതുപോലെ പരിക്കേറ്റ ഡോക്ടറുടെ നില ഭേദപ്പെട്ട് വരുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന് അടിയന്തരമായിട്ടൊരു ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു. അതിന്ന് രാവിലെ പൂർത്തിയായി. നിലവിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ സ്റ്റേബിളാണ്. പക്ഷേ ഇന്നലെ വിദഗ്ധ ഡോക്ടർമാർ പറഞ്ഞതുപോലെ തന്നെ തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഒബ്സർവേഷനിൽ കഴിയേണ്ടതുണ്ട്. ഇന്ന് സൂപ്രണ്ട് അടക്കമുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ ഉണ്ടാകും. അവർ വലിയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്ന് പോലും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ സംശയിക്കുന്നുണ്ട്. അവർ അതൊരു ബൈറ്റ് തന്നെയായിട്ട് നമുക്ക് നൽകുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ഗൂഢാലോചന സംശയിക്കുന്നുണ്ട്. പക്ഷേ ഈ കുടുംബം ഇപ്പോഴും അവരുടെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള പിഴവാണ്, അല്ലെങ്കിൽ അവർ ചികിത്സിക്കാനെടുത്ത കാലതാമസമാണ് തങ്ങളുടെ കുട്ടി മരിക്കാൻ കാരണം എന്ന ആരോപണം ഇന്നും ഈ സനൂപിൻ്റെ ഭാര്യ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തുനിന്നും കൃത്യമായിട്ടുള്ളൊരു രോഗനിർണയം നടത്തിയിരുന്നെങ്കിൽ, ആദ്യഘട്ടത്തിൽ തന്നെ രോഗം നിർണ്ണയിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നും പറയുന്നു. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിലവിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ അമീബിക് മസ്തിഷ്കജ്വരമാണോ മരണത്തിന് കാരണം എന്നതിലൊരു സ്ഥിരീകരണം തങ്ങൾക്ക് ഇതുവരെ ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല എന്നീ കാര്യങ്ങളെല്ലാം തന്നെയാണ് പറയുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെയും പോലീസിനും ലഭിച്ചിട്ടില്ല. പോലീസിനോട് ചോദിക്കുമ്പോൾ അവർക്ക് ശാസ്ത്രീയ പരിശോധന നടത്തിയതിൻ്റെ ചില സർട്ടിഫിക്കറ്റുകൾ കൂടി ലഭിക്കാനുണ്ട്. അത് ലഭിച്ചാൽ മാത്രമേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഔദ്യോഗികമായി നൽകാൻ സാധിക്കുകയുള്ളൂ എന്നിങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ അവരും പറയുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ ഓഗസ്റ്റ് 14-ാം തീയതിയാണ് ഈ കുട്ടി മരിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് നടന്നിട്ടുള്ള ഇത്രയും ദിവസങ്ങൾക്കിടയിൽ അവർ ആ കുടുംബം പലതരത്തിൽ നിയമപോരാട്ടം അടക്കം നടത്തുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു. അതിനിടയിൽ അവർ പലതരത്തിലും മിസ്ലീഡ് ചെയ്യപ്പെടാൻ, അത് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയും ഉണ്ടായിട്ടുണ്ട് എന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു പ്രതിഫലനം എന്ന നിലയിലായിരുന്നു ഇന്നലെ അദ്ദേഹം ഒരു ആക്രമണ സ്വഭാവം കാണിക്കുകയും ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. നിലവിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് താമരശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ് പ്രതിയുള്ളത്. അല്പസമയത്ത് നന്ദി ബെൻസൺ. വിവരങ്ങൾക്ക് വ്യക്തതയുള്ളതും സമഗ്രവുമായ റിപ്പോർട്ടിംഗ് ആണ് ബെൻസന്റേത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഡോക്ടറുടെ നില ഭേദപ്പെട്ടു വരുന്നു. തലക്കാണ് വെട്ടേറ്റത് എന്നതിൻ്റെ ഗൗരവം സ്വാഭാവികമായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ദിവസം അദ്ദേഹം റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഭേദപ്പെട്ട് തന്നെ വരികയാണ് എന്ന ആശ്വാസകരമായ വാർത്തയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.